അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള റൊമാലി റോട്ടിയും ചിക്കൻ കുറുമയും. റൊമാലി റോട്ടി ഞങ്ങൾക്ക് പലയൊരു കടായിൽ നിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ആക്കുക ഒരു. പിന്നെ റൊമാലി റോട്ടിയും ചിക്കൻ കുറുമയും നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇതൊരു ഡിന്നർ സ്പെഷ്യലായിട്ട് ആക്കിರೋ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ആക്കുറിച്ച് ಅಂತ നോക്കാം. ഫസ്റ്റിಗೆ ನಾನು റോട്ടിগুলো ಹಿಟ್ಟು ರೆಡಿ ಆಯ್ಕೊಳ್ಳೆ. ಅದಕ್ಕೆ ഒരു 2.5 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പിട്ടെടുത്തേ. എല്ലാം മൈദ എടുക്കണമെങ്കിൽ എടുക്കാം. ಅದಕ್ಕೆ അകത്തിയുള്ള ഉപ്പ്, പിന്നെ 1 സ്പൂൺ നെയ്യ്, എണ്ണ വേണമെങ്കിൽ എടുക്കാം. പിന്നെ 1 കപ്പ് പാൽ എടുത്തേ. ഞാൻ 1 കപ്പ് ಗಂಟೆ ಯಾರ ಬೇನುಂಟಾಯಂಗೆ ಬಾಕಿ ತನ್ನಿ ಬೀತಿಯಂಗೆ ತೆಲ್ ಪಾಲ್ ಬೀತಿತ್ತು ನಂಗೆ ಚಪಾತಿಗೆಲ್ಲ ಹಾಕರಪ್ಪಲ್ಲಮೇ ಮಿಕ್ಸ್ ಆಕಿ എടുത്തെങ്കിൽ ഇത്ത് ഞങ്ങളിപ്പം പിട്ട് കൊൽക്കുമ്പോൾ വലിയ ഇടയെടുക്കോ ജാഗ്രത ആക്കണം. ഇല്ല ചമ്മൻ ആരാ ഒരു പിട്ട് കൊലിച്ചെടുക്കൂ. ചെറിയ ഇടെല്ലാം എടുക്കರೆങ്കിൽ വലിയ എടുക്കರೆങ്കിൽ ಬೇಗ ಅವರು. ಅದೆಲ್ಲ ಮಿಕ್ಸ್ ಆಗಿ പിന്നെ കിച്ചൺ കൗണ്ടർ വെച്ചിട്ട് ഒരു 2 സ്പൂൺ എണ്ണയും ബീത്തിട്ട് ചന്ത ഞൗണ്ടി എടുക്കണം. ഒരു 5 നിമിഷം ചന്ത ഞൗണ്ടി എടുക്കണം. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആവും. സ്മൂത്ത് ആയില്ലെങ്കിൽ ഞങ്ങൾ റൊമാലി റോട്ടി കറക്റ്റ് ബണ്ടില്ല. നല്ല സോഫ്റ്റായി പിന്നെ ഒരിടത്തിലിട്ടിട്ട് 1 സ്പൂണ് എണ്ണ ಅದರ ಮೇಲೆ ಅಪ್ಲೈ ಹಾಕಿತ್ತು. ഒരു 4-2 ಗಂಟೆ ರೆಸ್ಟ್ ಹಾಕೋ ಬೆಚ್ಚಿದ್ದೆ. ಟೈಮ್ ಇಲ್ಲ ಅಂತ ಟೈಮ್ ಇದ್ದಾಗ ഒരു 5-6 ಗಂಟೆ ಬೆಚ್ಚಂಗೆ നല്ല സോഫ്റ്റ് ആവും. ഇന്ന് ഞങ്ങൾ കറി റെഡിയാക്കാം. അതിക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ, ഒരു തെൽ കറിച്ചപ്പു, പിന്നെ ഇതിക്ക് ഞാൻ ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ ഒരു 5-6 കായ്മുളക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ആക്കി എടുത്തോ. അത് എണ്ണയ്ക്കിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. 1 കിലോ ചിക്കൻ ഞാൻ എടുത്തോളൂ. അപ്പോൾ നോൺ വെജ് ആകുമ്പോൾ ഇഞ്ചും വെല്ലുള്ളി തെളിയാറ് എടുക്കണം. ഞങ്ങൾ അകത്തെത്തിക്കുന്നത് എത്തമ്മേ. അത് ജസ്റ്റ് ഫ്രൈ ആയി പിന്നെ ഒരു 2 വലിയ നീരുള്ളി എടുത്തിട്ടാണ് ഇത് ചെറിയ കട്ട് ചെയ്ത് ചന്ത മിക്സ് ആക്കി എടുക്കണം. അകത്തുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇത് ബിരിയാണിಗೆಲ್ಲ ഞങ്ങൾ മസാല ಹಾಕುമ്പോൾ ഞങ്ങൾ നീരുള്ളി നല്ല ഫ്രൈ ആവണല്ലേ, അത് അത്ര ഫ്രൈ ആവണം. അത് ഫ്രൈ ആവുന്ന നേരത്തേക്ക് ഞാൻ ബാക്കി റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങ ചെറിച്ചെടുത്ത് അതിക്ക് ഒരു ചെറിയ ജണ്ട് കെത്ത, ഒരു ജണ്ട് ലവംഗ, പിന്നെ ഒരു 2 സ്പൂണ് ബഡ്സോപ്പ്, 1 സ്പൂണ് ജീരക, ഒരു തെൽ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഊരണ്ണങ്ങ അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ ഒരു തെൽ കൊട്ട മഞ്ഞൾ. ഇന്ന് ഇതിക്ക് മഞ്ഞളുടെ പൊടി, ഒരു 2 സ്പൂണ് കൊത്തമ്പരി പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി. പിന്നെ ഞങ്ങൾ ഇതിക്ക് തെല്ല് നല്ല മുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ മസാല ഒരു ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൽ പിന്നെ അതിക്ക് ഒരു 2 ടൊമാറ്റോ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം. മസാല ഇട്ടിട്ട് ജസ്റ്റ് വറുക്കുമ്പോൾ അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ ഇതിക്ക് ഒരു 2 സ്പൂണിൻ്റെ അത്ര തന്നിയും വീത്തിട്ട് മുച്ച് വെച്ചിട്ട് വേവട്ടി എടുക്കണം. അപ്പോഴത്തേക്ക് ഞങ്ങൾ മസാല അരച്ചിട്ടെടുക്കണം. ഞങ്ങൾക്ക് നല്ല മൈ പോലെ അരച്ചെടുക്കണം. മസാല റെഡിയായി പിന്നെ അതിക്ക് ഞാൻ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കി എടുക്കണം. ചിക്കൻ മിക്സ് ആക്കുമ്പോൾ ഫ്ലെയിം സ്ലോ ആക്കി വെക്കണം. അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ ഒരു 5 നിമിഷം മുച്ച് വെക്കുമ്പോൾ അതിലോ തണ്ണി അല്ലെങ്കിൽ ബുഡ്രോ അതിൽ പിന്നെ ഞങ്ങൾ അരച്ച് വെച്ചോ മസാല ഞങ്ങൾ ഇത് ഇട്ടിട്ട് പാട ഉറക്കുക ചന്ത മിക്സ് ആക്കി എടുക്കണം. മിക്സിയിലുള്ള തന്നി ഇപ്പം ഇത് ബീത്തോ തീരാ ഉറക്ക മിക്സ് ആക്കിയ പിന്നെ അതിക്ക് വേൻ മാത്രം തന്നി ബീത്തിട്ട് പാടെടുക്കത്തെ മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം ഇതിക്ക് എന്തെങ്കിലും കൊരടിണ്ടാ നോക്കണം. ഉപ്പു വേറെ എന്തെങ്കിലും കൊരടിണ്ടാ നോക്കണം. അത് പിന്നെ മുച്ചിട്ട് ഒരു 15-20 നിമിഷം വേവാട്ടിയെങ്കിൽ ഞങ്ങൾ കറി റെഡി ആവും. ഇടയ്ക്ക് അടിക്ക് പിടിക്കുന്നത് മാത്രം നോക്കിയാൽ മെയിൻ. നോൺ സ്റ്റിക്കിൽ ബേക്കുമ്പോൾ അത് ജാഗ്രത ആക്കണമെന്നില്ല. സ്റ്റീൽ റോ അലുമിനിയം റോൾ മണ്ണറെല്ലാം ബേക്കറെങ്കിൽ നോക്കിയിട്ട് നോൺ സ്റ്റിക്കറെ കാണ്ടി ഞങ്ങൾ സ്റ്റീലിലെല്ലാം ആക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഇക്കറ്. അപ്പം ഞങ്ങൾ കറി റെഡി ചെയ്ത് അത് ഇതിൽ കൊത്തമ്പരി ചൊപ്പിട്ടെങ്കിൽ ഞങ്ങൾ കറി റെഡി ചെയ്ത് ഇന്ന് ഞങ്ങൾ റൊമാലി റോട്ടി റെഡിയാക്കാൻ സ്റ്റാർട്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ട് ഞങ്ങൾ 2 ಗಂಟೆ ರೆಸ್ಟ್ ಆಗಿ ಬೇಯಿಸಾകുമ്പോൾ
ഉപ്പിട്ട് നല്ല സോഫ്റ്റായി അത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തെങ്കിൽ ഒരു നിമിഷത്തെ അത്ര പിന്നെ ഞങ്ങളെ കടായി എത്ര വലിയുണ്ടോ അത്ര വലിയ ബോളാക്കിയിട്ട് എടുക്കണം നമുക്ക് കടായി ചെറിയായെങ്കിൽ റൊട്ടി വലിയായെങ്കിൽ അതിനെ കാച്ചെടുക്കുക കഷ്ടമാവും ഇത് ചന്ത നല്ല ತೆಲುಪಾಯ್ತು ಪರ್ತೋಣ ನಂಗೆ ಅರ್ರೆ ಪೊಡಿ ಇಟ್ಟು ಪರ್ತೊಂಟಾಯಂಗೆ ಬೇಗ ಚಂದ ನಂಗೆ ನೈಸಾಗಿ ಇಟ್ಟರೆ ಗೋಧಿ ಪೊಡಿ ಮೈದಾ ಪಿಟ್ರ ಆಕರ ಕಾಂಟಿ ನಂಗೆ ಅರ್ರೆ ಪೊಡಿ ಇಟ್ಟಂಗೆ ಚಂದ ಬೇಗ ಪರ್ತೋಗು ಅವರು ಚಂದ നല്ല നൈസായി കിട്ടറ് ഇത് ഫ്രൈ ആക്കി ഇടുമ്പോൾ ചന്ത തട്ടി എടുക്കണോണ്ടുള്ളൂ വേറെ പ്രോബ്ലം എന്തും ഇല്ല റുമാലി റൊട്ടി ചൊല്ലുമ്പോൾ ഇത് നല്ല നൈസാവണം തെളുപ്പാവണം ഞങ്ങൾ ചപ്പാത്തിയുടെ പോലെയല്ല നല്ല തെളുപ്പാവണം സാധാരണ പരത്തി പിന്നെ ഞങ്ങളെ കയ്യിൽ എല്ലാ സൈഡിലും ഇത് അപ്പുറത്തിപ്പുറത്താക്കിയിട്ട് ഇങ്ങനെ നാനാക്കിയപ്പോൾ ആക്കിയെങ്കിൽ ഇന്നും വലിയാവൂ ദപ്പിന്ന സൈഡല്ല ഇന്നും വലിയത് തെളുപ്പ് ಅವರು ನಾನು ಅರ್ರಪೊಡಿ ಇಟ್ಟ പോലെ ಇದರ ಮೇಲ್ಗೆ ನಾಲ್ಕು ಇನ್ನೂ ಹಾಕಿಡ ಪತ್ತಿ പിടിക്കില്ല ಮತ್ತು ಮೈದಾ പിട്ടാക്കರೆಂಗೆ ಒಂದೊಂದು ಹಾಕಿತ್ತೆ ಕಾಚೆಡ್ಕೊನು ಇಲ್ಲ ಪತ್ತಿ ಬಿಡಿಕಿರು അപ്പോൾ ബാക്കിയെല്ലാം ನಾನು പരത്തി റെഡിയാക്കി ಬೇಕರೆ ഇപ്പം ഞങ്ങൾ കൈക്കോ ശുരുവാക്കുക അതിക്ക് ഒരു പഴയ കടായി ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അത് കാഞ്ഞ വെച്ചായി പിന്നെ അതിക്ക് ഞങ്ങൾ തന്നിക്ക് ഒരു 2 സ്പൂൺ അത്ര ഉപ്പിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പ്രിങ്കിളാക്കി കൊടുക്കണം ആ ഉപ്പുറ തന്നി ഇത് വൈറ്റ് ആയിട്ടുള്ളൂ പിന്നെ കയ്യിൽ ഉറക്കം അപ്പറിപ്പറാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടേത്തി ഇപ്പം നോക്കറോ ഞങ്ങൾ കടായിക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ ഇത് കാവിൽ കാച്ചെടുത്തെങ്കിൽ അത്ര സമാവില്ല ഇങ്ങനെ കാച്ചെടുക്കുമ്പോൾ അത് സമാവറോ ഒരു നിമിഷം എല്ലാകുമ്പോൾ ഇങ്ങനെ കാഞ്ഞിട്ട് അതിന് മേലെ ഇങ്ങനെ ബബിൾസ് ബರೋ ಸ್ಟಾರ್ಟ್ ಅವರು ಫಸ್ಟ್ ಅದು ಬರೋದೆಲ್ಲ ಲೇಟ್ ಅವರು ಫಸ್ಟ್ಗೆ ನಂಗೆ ಇಟ್ಟಿರೋದು ಇನ್ನು ಜನ ಬಟ್ಟೆ ಮುಂದೆ ಬಟ್ಟೆ ಎಲ್ಲ ಇಡುമ്പോൾ ಅದು ಸಮ ಅವರು ಉಪ್ಪು ವರ್ಕ್ ಆಯ್ತು ಪಾಡ್ರಕ್ಕಾകുമ്പോൾ ഉപ്പുറ തന്നി ഇങ്ങനെ സ്പ്രിങ്കിൾ ആക്കും ഞങ്ങൾ മറക്കോത്തീരാ ഉപ്പുറ തന്നി ഇടുമ്പോൾ ഞങ്ങൾ റൊട്ടി പത്രവും ഇല്ല ഞങ്ങളെ കൈക്ക് അങ്ങനെ വെച്ചാവറും ഇല്ല ഞാൻ ഇപ്പോൾ കയ്യിലേ എടുത്തോല്ല ഞങ്ങൾക്ക് വെച്ചൊന്നും ആവില്ല മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കണം ഇത് ഒരു നിമിഷത്തെ കണ്ടിയാര തിരിച്ച് മറിച്ചിടോ തീരാ ഇത് പപ്പട പോലെ ക്രിസ്പിയാവും സ്റ്റാർട്ട് ആവും അപ്പോൾ ജസ്റ്റ് ഒരു നിമിഷം ജസ്റ്റ് കറക്റ്റ് ആയം ഇത് നല്ല ತೆಲುಪಾಯ್ತು ಪರ್ತ್ರ ಸಬೋಲು ಚೆಮ್ಮೆ ಕಾಯೋಣ್ಣುಂಟಿಲ್ಲ രണ്ടാമത്തത് ഇടുമ്പോൾ തന്നി ജസ്റ്റ് ಅದರ ಮೇಲ್ಗೆ ಸ್ಪ್ರಿಂಕಲ್ ಆಗಿ കൊടുക്കണം ഉപ്പിടോ മറക്കോತೀರಾ തന്നിಗೆ ഇതിപ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതിപ്പോൾ നോക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഒരു കർച്ചിപ്പൊലിക്കർ ഞങ്ങൾക്ക് കർച്ചിപ്പൊലി മീത് മടുക്കുറോ ഇതിപ്പമേ തിന്നരെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പമേ തിന്നാ ലേറ്റ് ആവുറുണ്ടായെങ്കിൽ ഞങ്ങൾ ഒരു ഹോട്ട് ബോക്സ് ഇട്ട് പോയിക്കണം അപ്പോൾ എല്ലാവർക്കും ನನ್ನ ವಿಡಿಯೋ ಇಷ್ಟ ಇರಬೇಕ್ರೆ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗಾಕತ್ತಂಗೆಂಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋಕು ಲೈಕ್ ಹಾಕೋಕು ಕಮೆಂಟ್ ಹಾಕೋಕು ಮರ್ಕಂಡ